ഇനി നിങ്ങൾ ഒഴിവാക്കേണ്ട 4 കാര്യങ്ങൾ. ഫൽകദിബു, കളവ് പറയരുത്. കളവ് പറയുന്നത് മുനാഫിഖിന്റെ അടയാളമാണ്. മുനാഫിഖീങ്ങൾ ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിഖീങ്ങൾ ഉണ്ടാവുക. നരകത്തെ അല്ലാഹു 1000 വർഷമാണ് കത്തിച്ചത്, അപ്പോഴാണ് അതിന് ചുവപ്പ് കളറായത്. വീണ്ടും 1000 വർഷം കത്തിച്ചു, അപ്പോൾ നരകത്തിന്റെ കളർ വെളുപ്പായി. പിന്നെയും 1000 വർഷം കത്തിച്ചു, അപ്പോഴേക്കും നരകത്തിന്റെ കളർ കറുപ്പായി. ഇപ്പോൾ നരകത്തിന്റെ കളർ കറുപ്പ് കളറാണ്. അതിന് 7 വാതിലാണുള്ളത്. ഒരു വാതിലിൽ നിന്ന് രണ്ടാമത്തെ വാതിലേക്ക് 70 വർഷത്തിന്റെ ദൂരമുണ്ട്. 70 ഇരട്ടി ചൂടിന് ശക്തിയുണ്ട്. അപ്പൊ മുകളിലുള്ള നരകം അത്ര സ്ട്രോങ് അല്ല, ഏറ്റവും താഴെയുള്ളതാണ് വല്ലാത്ത നരകം. അതിലാണ് മുനാഫിഖീങ്ങൾ ഉണ്ടാവുക. ആരാണ് മുനാഫിഖീങ്ങൾ? ഇദാ ഹദ്ദസ കദബ, വായ തുറന്നാൽ കളവ് പറയുന്നവർ മുനാഫിക്കാണ്. അവർ താമസിക്കേണ്ടത് നരകത്തിന്റെ അടിത്തട്ടിലാണ്. അതുകൊണ്ട് ഖുലിൽ ഹഖ്ഖ വ ഇൻ കാന മുർറാ, എത്ര പ്രയാസമുണ്ടെങ്കിലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. സത്യം മാത്രം പറയാ. കുട്ടികൾ ഉസ്താദ്മാരോട് അധ്യാപകരോടൊക്കെ വെറുതെ തലവേദന അതുകൊണ്ട് വരാത്തതാണ്. ഉമ്മമാരാണ് കളവ് പറയാൻ പഠിപ്പിക്കുന്നത്, വേറെ വിഷയമാണ്. ഉമ്മ ഉറങ്ങിയിട്ട് എണിച്ചില്ല, വേളായിരുന്നു ഉറങ്ങി എണിച്ചില്ല, നാളെ ഉസ്താദിക്ക് എന്താ വരാത്തത്, എന്റെ മോന് തലവേദനയാണെന്ന് കത്തെഴുതി കൊടുക്കും. ഇത് വായിക്കുന്ന മകൻ പിന്നെ ജീവിതത്തിൽ സത്യം പറയാം. ഉമ്മ തന്നെ കളവ് പറയാൻ പഠിപ്പിക്കാൻ. 2 വൽ ഖിയാന, വഞ്ചിക്കരുത്. അറബികളുടെ ട്രൗസർ അടക്കം മൂരി വരരുത്. ചില ആളുകൾക്ക് ഇങ്ങനെ സ്വഭാവമുണ്ട്. വിശ്വസിക്കുന്ന അറബി കോടിക്കണക്കിന് രൂപ കൊടുക്കുമ്പോ പെട്ടെന്ന് നാട്ടിലേക്ക് വരെ കോടിക്കണക്കിന് രൂപ മുക്കിയിട്ട് വരും. വൽ ഖിയാന, വഞ്ചന. നാട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെക്കുക, വഞ്ചിക്കുക, ചതിക്കുക. വന്നമീമ, അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് നമീമ, പരദൂഷണം പറയരുത്. ആയിഷാ ബീവിയുടെ ആരോപണവുമായി ബന്ധമാണ്. വന്നമീമ, ആരോപണങ്ങളോ പരദൂഷണങ്ങളോ പറയരുത്. വൽ ബൗൽ, മൂത്രമൊഴിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറുപ്പക്കാർ. അത് യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിലും അത് മറ്റുള്ള ക്ലോസറ്റ് ആണെങ്കിലും മൂത്രമൊഴിച്ച് എണീക്കുമ്പോൾ വസ്ത്രത്തിലേക്ക് ഇറ്റി വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പൂർണ്ണമായിട്ട് മൂത്രമൊഴിച്ചു എന്ന് ഉറപ്പായതിനു ശേഷമേ മനോഹരിച്ചെണീക്കാൻ പാടുള്ളൂ. കാരണം ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന നമ്മൾ നിസ്സാരമായി കാണുന്ന 2 തെറ്റാണ്. ഒന്ന് നമീമത്ത്, ഒന്ന് മൂത്രമൊഴിക്കൽ. കാരണം നബിതങ്ങൾ നടന്നപ്പോ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നത് കണ്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാൻ വമാ യുഅദ്ദബാനി ഫീ കബീർ. വലിയ വൻദോഷം കള്ളു കുടിച്ചത് കൊണ്ടോ വ്യഭിചരിച്ചത് കൊണ്ടോ അല്ല ഇവരെ ശിക്ഷിക്കുന്നത്. സഗീർ, ചെറിയ തെറ്റ്. എന്താ അത്? മൂത്രമൊഴിച്ചിട്ട് നന്നായിട്ട് മനോഹരിച്ചിട്ടില്ല, ഇരിക്ക പോവന്നെ. നജസ് ശരീരത്തിലേക്ക് ഇറ്റി വീഴുന്നുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. 4 കാര്യം ഒഴിവാക്കുക. ആ 4 കാര്യം ഓർമ്മയുണ്ടല്ലോ. ഒന്നാമത്തേത് നിസ്കരിക്കന്നെ, നിസ്കാരികളാക്കണോ? ഇത് മാറി, വിഷയം മാറി. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഇത് ഒഴിവാക്കേണ്ടതാണ്. ഏതാണ്? 1, മാഷാ അല്ലാഹ്, അല്ലാഹു ബുദ്ധിശക്തി നൽകട്ടെ. കളവ് പറയൽ. 2 നിങ്ങൾ മുമ്പിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു ആവേശമാണ്. എന്താണ്? സമ്മാനം ഫസ്റ്റ് പ്രഖ്യാപിക്കായിരുന്നു അല്ലേ? ആദ്യം തന്നെ സമ്മാനം പ്രഖ്യാപിച്ച കുട്ടികൾ കൊടുക്കായിരുന്നു. ഖിയാന, വഞ്ചന പാടില്ല. 3, 4 നമീമത്ത് പറയരുത്. പരദൂഷണം, ഫിത്ന, ഫസാദ് ഉണ്ടാക്കരുത്. 4 മൂത്രമൊഴിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 4 കാര്യം ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി